ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലേഡീസി വിത്ത് ജി സി. ഞാൻ ഗോപു ചന്ദ്രൻ. സോ ഗൈസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം 7-ാം തീയതി സെപ്റ്റംബർ 7-ാം തീയതി നിങ്ങൾക്ക് RRB NTPCയുടെ ഒരു ഷോർട്ട് നോട്ടീസ് വന്നിരുന്നു. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് 0506 അല്ലേ. അപ്പോൾ നമുക്കിതിന് മുൻപും നമുക്ക് ഈ വർഷം, അതായത് റെയിൽവേ ഒരു SSC കാലണ്ടർ, റെയിൽവേയുടെ എക്സാമിൻ്റെ RRBയുടെ നോട്ടിഫിക്കേഷൻ്റെ കാലണ്ടർ, ഏതൊക്കെ മാസം ഏതൊക്കെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്നൊരു കാലണ്ടർ ഇട്ടിരുന്നു. സോ അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാം വന്നു കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ കൂടി നോട്ടിഫിക്കേഷൻ വന്നാൽ മതി. പക്ഷേ ഇതിൽ ചോദ്യം ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം എക്സാം ഡേറ്റ് എപ്പോഴാണ്, അത് ഇതുവരെ റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാനും അതിനു വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇതേപോലൊരു കലണ്ടർ റെയിൽവേ വൈകാതെ ഇടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിപ്പോൾ എന്തായാലും RRB NTPCൻ്റെ ഈ നോട്ടീസിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, അതുപോലെ എൻ്റെ അടുത്ത് കുറച്ച് പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. എപ്പോഴാണ് എക്സാം ഉണ്ടാവുക, അതേപോലെ TT എക്സാം എപ്പോഴും ഉണ്ടാവുമോ സെപ്പറേറ്റ് ആയിട്ട്, അതൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും പുതിയൊരു ലെവൽ 6 പോസ്റ്റ്. ഇതുവരെ RRBയുടെ ചരിത്രത്തിലില്ലാത്ത ഫസ്റ്റ് ടൈമായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന പോസ്റ്റാണ് എന്ത്, CCTS. എന്താ CCTS? ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്നാണ് പറയുന്നത് അല്ലേ. സൂപ്പർവൈസർ പോസ്റ്റാണ് എന്ന് വെച്ചാൽ ലെവൽ 6 പോസ്റ്റാണ്. ലെവൽ 6 എന്ന് വെച്ചാൽ സ്റ്റേഷൻ മാസ്റ്ററിന് തുല്യമായിട്ടുള്ള ഒരു പോസ്റ്റാണ് എന്ത്, CCTS. അപ്പോൾ ഈ വർഷം നമുക്ക് മെയിനായിട്ട് ഒരു പോസ്റ്റ് അവരെടുത്ത് കളഞ്ഞു. ഏതാ പോസ്റ്റ്? ലെവൽ 5 എന്ന് പറയുന്ന സീനിയർ CCTC. ഈ സീനിയർ CCTC എന്ന് വെച്ചാൽ എന്താ, CCTCയും CCTSും രണ്ട് പോസ്റ്റാണ്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. പലരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ ലെവൽ 5 ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ NTPCക്ക് വിളിച്ചിരുന്ന സീനിയർ CCTC, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് തന്നെയാണ് CCTS, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. അത് രണ്ടും ഒന്നാണ് എന്ന് വെച്ചാൽ അല്ല, രണ്ടാണ്. ഓക്കെ, ഈ വർഷം മുതൽ റെയിൽവേ സീനിയർ CCTC എന്ന് പറയുന്ന പോസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് പകരം എന്ത് കൊണ്ടുവന്നു, കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള നിങ്ങൾക്ക് CCTS എന്ന് പറയുന്ന പോസ്റ്റ് കൊണ്ടുവന്നു. ശരിക്കും നിങ്ങളുടെ ഭാഗ്യമാണ്. പണ്ട് കാലത്ത് NTPC 2019 മുൻപുണ്ടായിരുന്ന NTPCയിൽ എങ്ങനെയായിരുന്നു, 16-ലൊക്കെ ASM അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിംഗ് ആയിരുന്നു. ആ ASM എന്ന് പറയുന്ന പോസ്റ്റ് 2-3 വർഷം കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ എവിടെ എത്തുന്നത്, ലെവൽ 6 ആയിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്ററിലെത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം റെയിൽവേ എന്ത് ചെയ്തു, ASM എന്നുള്ള പോസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് 3 വർഷം ലാഭിച്ചു. എന്തായി, സ്റ്റേഷൻ മാസ്റ്റർ എന്ന രീതിയിലുള്ള എക്സാം കൊണ്ടുവന്നു. അതേപോലെ നോർമലി നമുക്ക് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ലെവൽ 3-ൽ നിങ്ങൾക്കിപ്പോൾ കാണാം എന്തുണ്ട്, CCTC എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. ലെവൽ 5-ൽ എന്തുണ്ട്, സീനിയർ CCTC എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ലെവൽ 6-ൽ എന്തുണ്ട്, CCTS ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റ് ഉണ്ട്. മൂന്ന് പോസ്റ്റാണ്. അതിൽ ഇത് രണ്ടും ഏറെക്കുറെ ഏറെക്കുറെ നല്ല ഒന്ന് തന്നെയാണ്. ഈ ലെവൽ 3 എന്ന് പറയുന്നത് നമുക്ക് എന്താ, അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് ഉള്ള പോസ്റ്റാണ്. ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് എഴുതാം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ലെവൽ 3 ആണ് ക്വാളിഫൈ ചെയ്തതെന്ന് വിചാരിക്കാം. നിങ്ങൾ ലെവൽ 3-ൽ CCTC ആയിട്ട് കയറി, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒന്നെങ്കിൽ ബുക്കിംഗ് ഓഫീസിൽ ക്ലർക്കായിട്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർസൽ ഓഫീസിൽ ക്ലർക്കായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ TT ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു, TT. ഈ TT എന്ന് പറയുന്നത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, സെപ്പറേറ്റ് എക്സാം വെച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ, കഴിഞ്ഞ NTPC 2019 മുതൽ TT എന്ന് പറയുന്ന പോസ്റ്റ് എന്തില്ല, സെപ്പറേറ്റ് എക്സാം ഇല്ല. ഈ TT-ക്കാർ നിങ്ങൾ ലെവൽ 3-ൽ തന്നെ എക്സാം എഴുതുന്നവരാണ് എന്തായിട്ട് മാറുന്നത്, TT ആയിട്ട് മാറുന്നത്. ദർ ഇസ് നോ സെപ്പറേറ്റ് എക്സാം ഫോർ TT. മനസ്സിലാക്കാതെ ഇനി വിളിക്കില്ല റെയിൽവേ. TT നിങ്ങൾ പല യൂട്യൂബ് ചാനലും കാണും, TT എക്സാം വരും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, ചാൻസ് ഇല്ല. ഞാൻ അറിഞ്ഞിടത്തോളം TTക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സാം ഇല്ല. അത് ലെവൽ 3 എന്ന് പറയുന്ന അണ്ടർ ഗ്രാജുവേഷൻ ഇല്ലാത്തവരുടെ ലെവൽ 3 എന്ന് പറയുന്ന പോസ്റ്റാണ് TT. ഓക്കെ, അതെന്ന് വെച്ചാൽ CCTC എന്ന് പറയുന്ന പോസ്റ്റിൽ തന്നെയാണ് എന്ത് വരുന്നത്, TT വരുന്നത്. ഓക്കെ, അതിൽ കൊമേഴ്ഷ്യൽ ക്ലർക്ക് വരാം, പാർസൽ ക്ലർക്ക് വരാം, ഗുഡ്സിൻ്റെ ക്ലർക്ക് വരാം, അല്ലെങ്കിൽ നമ്മുടെ
റിസർവേഷനിൽ നിങ്ങൾ ക്ലർക്ക് കണ്ടിട്ടില്ലേ, റിസർവേഷൻ ഓഫീസിൽ അത് വരാം, അല്ലെങ്കിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് UTS എന്നൊക്കെ പറയും, അതിലുള്ള ക്ലർക്ക് വരാം. ഇതൊക്കെ CCTC. ഈ CCTCയും സീനിയർ CCTCയും ഒരേ പോസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ CCTCക്കാരുടെ പ്രൊമോഷൻ കിട്ടുന്നതാണ് എന്ത് സീനിയർ CCTC ലെവൽ 5. 3-4 വർഷം കഴിഞ്ഞാൽ ഈ CCTC എന്തായിട്ട് മാറും, പ്രൊമോഷനായിട്ട് അവർ ലെവൽ 5ലേക്ക് എത്തും. അപ്പോൾ വർക്ക് നേച്ചർ സെയിം തന്നെയാണ്, നമുക്ക് ശമ്പളം കൂടും, അതാണ് സംഭവം. അതുകൊണ്ട് തന്നെ സെയിം വർക്ക് നേച്ചർ ആയതുകൊണ്ട് ഈ ലെവൽ 5 പോസ്റ്റ് എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. ഓക്കെ, ഇനി ലെവൽ 5 നിങ്ങൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ലെവൽ 5ൽ നമ്മൾ ഇതേപോലെ സീനിയർ CCTC ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മൾ ശമ്പളം വീണ്ടും കൂടും, നമുക്ക് വീണ്ടും ഒരു പ്രൊമോഷൻ കിട്ടും. അങ്ങനെ കിട്ടുന്നതാണ് എന്ത് ലെവൽ 6 പോസ്റ്റ്. ഈ ലെവൽ 6 പോസ്റ്റാണ് ഇപ്പോൾ റെയിൽവേ പുതിയതായിട്ട് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റാക്കി മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ലെവൽ 6ൻ്റെ പുതിയ പേരിട്ടു. അതുകൊണ്ട് ലെവൽ 5 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് എന്താക്കി മാറ്റി, CCTS. അപ്പോൾ ഈ CCTSലും ഇതുപോലെ പാർസൽ ഓഫീസിലോ ബുക്കിംഗ് ഓഫീസിലോ അല്ലെങ്കിൽ ടിക്കറ്റ് ചെക്കിങ്ങിലോ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് CCTS. ഇനി CCTS കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8-10 വർഷം, മിനിമം ഒരു 8 വർഷങ്ങളും കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ലെവലിൽ എത്തുള്ളൂ, ലെവൽ 7ലേക്ക്. ഓക്കെ, അത് നമ്മുടെ CRS എന്ന് പറയും, ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർ എന്ന് പറയാം. അങ്ങനെ പിന്നെ ലെവൽ 8 അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എസ് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിട്ട് ലെവൽ 6 CCTS വിളിക്കുന്നുണ്ട്. ലെവൽ 5 എന്ന് പറയുന്ന പോസ്റ്റ് തൽക്കാലത്തേക്കില്ല. ഓക്കെ, ലെവൽ 3 എന്ന് പറയുന്ന പോസ്റ്റിലാണ് എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, TTE ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലെവൽ 3 നിങ്ങൾ ട്രെയിനിങ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചിലർക്ക് DT ആകാനായിരിക്കും ആഗ്രഹം, ചിലർക്ക് ബുക്കിംഗ് ഓഫീസിൽ ബുക്ക് ചെയ്യാനായിരിക്കും ആഗ്രഹം, ചിലർക്ക് റിസർവേഷൻ ഓഫീസിലായിരിക്കും താല്പര്യം, ചിലർക്ക് പാർസൽ ഓഫീസിലായിരിക്കും താല്പര്യം. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. നമ്മൾ ZRTI ട്രിച്ചിയിൽ ട്രെയിനിങ്ങിന് പോകുമല്ലോ, ആ സമയത്ത് നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാകും, നിങ്ങൾക്ക് ഏതാണ് താല്പര്യം. പിന്നെ ഒരുപാട് പേര് ഒരേ രീതിയിലാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളെ മാർക്കിനനുസരിച്ചിട്ടായിരിക്കും പോസ്റ്റിംഗ് ഒക്കെ തരുന്നത്. അപ്പോൾ തൽക്കാലം ഇത്രയും അറിഞ്ഞിരിക്കുക. പിന്നെ ഞാൻ ഈ പറയുന്ന 4ാമത്തെ പോയിന്റ്, നമുക്ക് ഇപ്രാവശ്യം 5-6 എന്ന് പറയുന്നത് 6-7 5-6 അല്ലേ, 5-6 എന്ന് പറയുന്ന 2 രീതിയിലാണ് CEN സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് വന്നിരിക്കുന്നത്. ഒന്ന് ഗ്രാജുവേറ്റ് പോസ്റ്റിനുള്ളതും, രണ്ടാമത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്. ഗ്രാജുവേറ്റ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിലുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിലെന്തൊക്കെയുണ്ട്, ഈ CCTCൻ്റെ പണ്ട് കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് എന്ന് പറഞ്ഞ പോസ്റ്റ് 2016 അതൊക്കെ ഇപ്പോൾ എടുത്തു കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ ലെവൽ 6ലുള്ളത് CCTS ഉണ്ട്, അതേപോലെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഗുഡ്സ് ഗാർഡ് ഉണ്ട്, പിന്നെ അക്കൗണ്ട് അസിസ്റ്റൻ്റ് അല്ല അക്കൗണ്ട് ക്ലർക്കും, പിന്നെ ക്ലർക്ക് സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 പോസ്റ്റാണ് ഇതിലുള്ളത്. ലെവൽ 6ഉം 5ഉം ആയിട്ട് ഗ്രാജുവേറ്റിൻ്റെ പോസ്റ്റിലുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ ലെവൽ 3 ലെവൽ 2 പോസ്റ്റിലാണ് വരുന്നത്. ലെവൽ 3 ലെവൽ 2 എന്ന് പറയുമ്പോൾ അതിൽ ഈ പറഞ്ഞ ലെവൽ 6ൻ്റെയും ലെവൽ 5ൻ്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ചെറിയ പോസ്റ്റ്. ഓക്കെ, അതായത് +1+2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള പോസ്റ്റാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. 2 സെപ്പറേറ്റ് നോട്ടീസായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് 2 സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ സെപ്പറേറ്റ് ഫീസ് കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ്സിന് ലഭിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, 2ലും അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗ്രാജുവേറ്റിനുള്ള പരീക്ഷകൾ ലെവൽ 5 ലെവൽ 6 പോസ്റ്റിനുള്ള CBT1 നിങ്ങൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ഡേറ്റിൽ പരീക്ഷ എഴുതാൻ സാധിക്കാതിരിക്കുകയോ ചെയ്താൽ നോർമലി എന്താ സംഭവിക്കുക, പിന്നെ നിങ്ങൾ അടുത്ത NTPCക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ വർഷം അങ്ങനെയല്ല, നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റും സെപ്പറേറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ CBT1 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2 എക്സാം വരും. അപ്പോൾ നമുക്ക് ഒരു എക്സാം മിസ്സായാലും മറ്റേ എക്സാം എഴുതാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് നമുക്ക് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും നോർമലി ടെക്നിക്കൽ എക്സാമിനെ അപേക്ഷിച്ച്. ഇപ്പോൾ കുറേ പേര് BTECകാരും ഇതിൽ എക്സാം എഴുതുന്നുണ്ടാവും, അതേപോലെ ഡിപ്ലോമക്കാരും ഇതിൽ എക്സാം എഴുതുന്നുണ്ടാവും, BSc BCom BA എല്ലാ ആൾക്കും ഡിഗ്രിയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, NTPCക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ പോസ്റ്റിൻ്റെയും കമ്പാരിറ്റീവ്ലി നിങ്ങളിപ്പോൾ ALP ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെക്നീഷ്യനൊക്കെ നോക്കുകയാണെങ്കിൽ പോസ്റ്റിൻ്റെ എണ്ണം കൂടുതലാണ്. പക്ഷേ ടെക്നീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, എല്ലാവർക്കും ഡിഗ്രിയിലുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റാം. അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അതുകൊണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ 2ഉം കൂടി 11,500 വേക്കൻസീൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റും കൂടി 11,500 അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് എക്സാം ഡേറ്റ്. അത് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാം, അങ്ങനെ തന്നെ ആവണമെന്നില്ല, എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാം. പിന്നെ ഏത് സോൺ ചൂസ് ചെയ്യണം എന്ന് പറയുന്നൊരു ഡൗട്ടുണ്ട്. അതെനിക്കും ഡൗട്ട് തന്നെയാണ്. കാരണം സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ
ട്രിവാൻഡ്രത്താണ് കട്ട് ഓഫ് ഏറ്റവും കുറവ് വന്ന് ബാംഗ്ലൂരിനെ കമ്പാരിറ്റീവ്ലി കട്ട് ഓഫ് കൂടുതലായി. ഓക്കെ, ബാംഗ്ലൂർ, ചെന്നൈ, അതേപോലെ ട്രിവാൻഡ്രം ആയിരിക്കും നമ്മൾ കേരളക്കാർ പൊതുവെ കൊടുക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം കൊടുത്തവർക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്തു, അതേപോലെ ബാംഗ്ലൂർ കൊടുത്തവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്തു. നല്ല മാർക്ക് ഉണ്ടായിട്ടും കിട്ടിയില്ല, കോമ്പറ്റീഷൻ കൂടി. എന്ന് വെച്ചാൽ ഈ വർഷം നിങ്ങൾ ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും കട്ട് ഓഫ് കൂടുന്നത്, ബാംഗ്ലൂരിൽ കുറവും ആകാം. 2016 അങ്ങനെയായിരുന്നു. സോ നമുക്കിതൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ അനലൈസ് ചെയ്ത് കൊടുക്കാൻ നോക്കുക സോൺ എന്ന് പറയുന്നത്. കാരണം എനിക്കതിനുള്ള ഉത്തരവില്ല. ഏത് സോൺ കൊടുത്താലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എന്താ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത്രയും ഹോം സിക്നസ് വീടിനടുത്ത് വേണം എന്ന് ചിന്തിക്കുന്നവർ ഇത് കൊടുക്കാം. ഏത് കൊടുക്കുക, ട്രിവാൻഡ്രമൊക്കെ കൊടുക്കാം. ചെന്നൈ എപ്പോഴും ഈ രണ്ടിൻ്റെ ഇടയിലേ വരുള്ളൂ. അത് എപ്പോഴും അങ്ങനെയാണ്. ചെന്നൈ RRB ചെന്നൈ എന്ന് പറയുമ്പോൾ ഈ ബാംഗ്ലൂരിൻ്റെയും ട്രിവാൻഡ്രത്തിൻ്റെയും ഇടയിലായിരിക്കും എപ്പോഴും കട്ട് ഓഫ് വരുന്നത്. ഈ വർഷം അങ്ങനെ തന്നെ വരുന്ന പ്രതീക്ഷിക്കാം. ഞാനാണെങ്കിൽ പാലക്കാടുകാരാണ്, എന്തായാലും ഞാൻ വേക്കൻസിയും അതേപോലെ വീടിൻ്റെ ഒരു അടുത്ത് എന്നുള്ള രീതിയിൽ എപ്പോഴും എന്തേ കൊടുക്കുള്ളൂ, ചെന്നൈ ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. ഓക്കെ, ശരി, അത് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ്. ഓക്കെ, അതിൽ നമുക്ക് 2 എണ്ണം വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? 5ഉം അതേപോലെ 6ഉം. ഈ 5 എന്നുള്ളത് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. 6 എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ +1 +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ്, അതായത് ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ അപ്ലിക്കേഷൻ സെപ്റ്റംബർ 14 സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒക്ടോബർ 13 അവസാനിക്കും. 1 മാസം കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇതിലുള്ള പോസ്റ്റ് ഏതൊക്കെയാണ്? 2 ലെവൽ 6 പോസ്റ്റ് ഉണ്ട്. ഓക്കെ, CCTSഉം അതേപോലെ ഇതിനെ ഞാൻ ഷോർട്ടായിട്ട് CCTS എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ സ്റ്റേഷൻ മാസ്റ്ററും. ഇതിന് ജോബ് പ്രൊഫൈലിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കേട്ടോ. അത് പറയണമെങ്കിൽ പിന്നെയും എനിക്ക് കുറേ സമയം പോകും. തൽക്കാലത്തേക്ക് ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ. CCTSഉം സ്റ്റേഷൻ മാസ്റ്റർ ഞാനൊരു സ്റ്റേഷൻ മാസ്റ്ററാണ്. അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, സമൂഹത്തിലുള്ള വിലയുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും നോക്കുക. അതേപോലെ തന്നെ ഗുഡ്സ് ഗാർഡ്, നമുക്ക് ഈ ലെവൽ 6ൽ തന്നെ മാക്സിമം സാലറിയാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ ഗുഡ്സ് ഗാർഡാണ് നോക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സാലറി. പക്ഷേ പലരും പറയും ലൈഫില്ല എന്നൊക്കെ പറയും. പക്ഷേ അതിൽ ഹാപ്പി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ഡിവിഷൻ ഓഫീസ് ജോബാണ്, പ്രത്യേകിച്ച് ലേഡീസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓഫീസിൽ വീടിനടുത്ത്. ഇപ്പോൾ എൻ്റെ വീട് പാലക്കാടാണ്. എൻ്റെ വീട് പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ 3-4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പെൺകുട്ടി തന്നെ ആവണമെന്നില്ല, ഒരു ആൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ എനിക്ക് ആഗ്രഹം എൻ്റെ വീട്ടിൽ നിന്ന് പോയി വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചൂസ് ചെയ്യുക? ട്രിവാൻഡ്രം ഡിവിഷൻ കൊടുത്തിട്ട് RRB ട്രിവാൻഡ്രം കൊടുത്തിട്ട് അതിൽ പാലക്കാടുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, മധുരയുണ്ട്. RRB ട്രിവാൻഡ്രം കൊടുത്തിട്ട് ഞാൻ ലെവൽ 5 ആയിരിക്കും ആദ്യം പ്രിഫറൻസ് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഞാൻ ജൂനിയർ അക്കൗണ്ട് കം അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഈ ടൈപ്പിംഗ് പോസ്റ്റ് എപ്പോഴും നമുക്ക് ഓഫീസ് ജോബായിരിക്കും. ഓഫീസ് ജോബ് എന്ന് പറയുമ്പോൾ രാവിലെ 9 മണിക്ക് പോവുക, വൈകിട്ട് 5 മണിക്ക് തിരിച്ചു വരിക. എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ അവധിയായിരിക്കും. എല്ലാ കലണ്ടറിൽ നാഷണൽ ഹോളിഡേയ്സിന് അവധിയായിരിക്കും. അങ്ങനെ വളരെ സുഖസുന്ദരമായൊരു റെയിൽവേയിലെ ജോബ് എന്ന് പറയുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതായിരിക്കും. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ട് കം അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ 2 പോസ്റ്റ് വളരെ നല്ല ജോബാണ്. റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റെയിൽവേയിൽ ജോബും കിട്ടും, ലെവൽ 5ഉം ആണ്, പ്രൊമോഷനും വരും, ടെൻഷനില്ല. അങ്ങനെ ഏറ്റവും നല്ല ടെൻഷനില്ലാത്തൊരു ജോബാണ്. ഡിവിഷൻ ഓഫീസിനടുത്ത് കിട്ടുന്ന ജോബാണ്. ഡിവിഷൻ ഓഫീസിലായിരിക്കും നമുക്ക് വർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ICF, ചെന്നൈയിലൊക്കെ ആണെങ്കിൽ ICFലും കിട്ടാം. പിന്നെ നമുക്കത് പാലക്കാട് തന്നെ കിട്ടുന്നില്ല, വേണമെങ്കിൽ ട്രിവാൻഡ്രം കിട്ടാം. ട്രിവാൻഡ്രം ഡിവിഷൻ ഓഫീസാകാം, അല്ലെങ്കിൽ മധുരയാകാം. ഓക്കെ, നിങ്ങൾ RRB ട്രിവാൻഡ്രം വയ്ക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല പോസ്റ്റാണ്. നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് സാലറിയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഗുഡ്സ് ഗാർഡ് യൂസ് ചെയ്യുക, ഗുഡ്സ് ട്രെയിൻ മാനേജർ. ഇനി അതുമല്ല, പണ്ട് ഗുഡ്സ് ഗാർഡ് എന്നായിരുന്നു, ഇപ്പോൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നാക്കി, TMR ട്രെയിൻ മാനേജർ. പിന്നെ ഉള്ളതാണ് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് വെച്ചാൽ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ഡിവിഷൻ ഓഫീസ് തന്നെ ജോബ് കിട്ടണമെന്നില്ല. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും കിട്ടാം. ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 ലെവൽ 6 ആയതുകൊണ്ട് ഒരു സ്റ്റേഷന് മാത്രമായിരിക്കില്ല, 3-4 സ്റ്റേഷൻ്റെയൊക്കെ ചുമതല നിങ്ങൾക്ക് വരാം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ക്യാഷായിട്ട് ഡീൽ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. സ്റ്റേഷൻ മാസ്റ്റർ അത്യാവശ്യം നല്ല ടെൻഷനുള്ള ജോലിയാണ്. സ്റ്റേഷൻ മാസ്റ്റർ നൈറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഈസി എന്ന് വിചാരിക്കണം. നമ്മൾ ട്രെയിൻ സ്റ്റേഷനെ എന്താ ചെയ്യുക, ഈ സിഗ്നൽ ഓണാക്കുക, സിഗ്നൽ ഓഫ് ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമല്ല, നിങ്ങൾ ഫുൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജോലിയാണ് സ്റ്റേഷൻ മാസ്റ്റർ. ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ വേണ്ട. ഞാനിപ്പോൾ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല, കാരണം പോസിറ്റീവ്സ് ഒരുപാടുണ്ട്. നല്ല സമൂഹത്തിലെ വിലയുണ്ട്, നല്ല സാലറി കിട്ടും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് വീടിനടുത്തുള്ള സ്റ്റേഷനിലൊക്കെ കിട്ടി എവിടെയും ഡെയിലി പോയിട്ട് വരാം. അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ദിവസം നമുക്ക് ഒരു ദിവസം ഒരാഴ്ചയിൽ എങ്ങനെയാണ്
48 മണിക്കൂർ വർക്ക് ഉള്ളൂ. പക്ഷേ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കുക. അത്യാവശ്യം നല്ല പാക്കേജും കിട്ടും. അങ്ങനെയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് എത്ര വേക്കൻസി ഉള്ളൂ? 994, അറൗണ്ട് 1000. പിന്നെ ഈ കാണുന്ന വേക്കൻസി ഒന്നും നിങ്ങൾ എങ്ങനെ നോക്കണ്ട. ചിലപ്പോൾ ഇനിയും കൂടും, ചിലപ്പോൾ ഒന്നല്ല കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ 11,500 എന്നുള്ളത് 5,000-6,000 വേക്കൻസി ഒക്കെ എക്സാം ആകുമ്പോഴേക്കും കൂടും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. തൽക്കാലം ആ വേക്കൻസിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. പലരും ഇങ്ങനെ ഞാൻ കാണാറുണ്ട്, വേക്കൻസി കുറവാണ് 5 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. വേക്കൻസി കൂട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ 1000 വേക്കൻസി എന്ന് പറയുമ്പോൾ നമ്മളൊരു 18 ഡിവിഷൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെന്നൈയിൽ അറൗണ്ട് 100 എത്രയൊക്കെ വേക്കൻസി വരുള്ളൂ. ചെന്നൈയും ട്രിവാൻഡ്രം സദൺ റെയിൽവേയിൽ അത്രേ വേക്കൻസി വരാൻ ചാൻസ് ഉള്ളൂ. 100ൻ്റെ താഴെയൊക്കെ വേക്കൻസി വരുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ RRB ചെന്നൈയിൽ ഇവിടെ ആക്ച്വലി സ്റ്റേഷൻ മാസ്റ്റർ നോക്കുകയാണെങ്കിൽ ഫുൾ സാച്ചുറേറ്റഡ് ആണ്. ഇനി ആരെങ്കിലുമൊക്കെ റിട്ടയർ ആവാനോ അല്ലെങ്കിൽ വേറെ ട്രാൻസ്ഫറായി വേറെ സോണിക്ക് പോകാനോ അങ്ങനെ കിട്ടുന്ന വേക്കൻസി ഉള്ളൂ ഇവിടെ. ഓക്കെ, അത്യാവശ്യം വേക്കൻസി ഞാൻ നടന്നിടത്തോളം പാലക്കാട് ഡിവിഷനിലാണ് ഉള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇനി എന്തായാലും വേക്കൻസി കൂടും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിൽ വേക്കൻസി വന്നിരിക്കുന്നത് ലെവൽ 6 CCTS പോസ്റ്റാണ്. എന്തായാലും അതിൻ്റെ കോമ്പറ്റീഷൻ കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ ഈ 2 മെഡിക്കൽ A2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് മാത്രമല്ല വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കണ്ണാണ് മെയിനായിട്ട് തോന്നുന്നത്. 6/9 വിഷൻ മസ്റ്റായിട്ടും വേണം. സ്റ്റേഷൻ മാസ്റ്റർക്കും ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് അത്യാവശ്യം സാലറി നല്ല പാക്കേജ് ആട്ടോ. നിങ്ങൾ കുറച്ച് ട്രെയിനിൽ ഓടി നടക്കേണ്ടി വരും. ഫാമിലി ആയിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ കുറയും, ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ കുറയും. ബട്ട് നിങ്ങൾക്ക് സാലറിയാണ് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളുടെ കയ്യിൽ 60-70 രൂപയൊക്കെ കയ്യിൽ കിട്ടും മിനിമം. എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് 60,000-70,000 രൂപ കയ്യിൽ കിട്ടും. ശരി, അപ്പോൾ 6/9 വിഷനാണ് വേണ്ടത്. ബാക്കിയെല്ലാം ഈ B2 C2 എന്നൊക്കെ പറയുന്നത് വിത്ത് സ്പെക്സ്. നിങ്ങൾക്ക് സ്പെക്സ് ഇത് വിത്തൗട്ട് സ്പെക്സ് ആണ്. വിത്തൗട്ട് സ്പെക്സ് ആണ് A2 വരുന്നത്. B2 C2 എന്നൊക്കെ പറയുമ്പോൾ വിത്ത് സ്പെക്സ് നമുക്ക് 6/9 കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് പിന്നീട് വരും. ഓക്കെ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് വെച്ചാൽ നമ്മൾ അക്കാഡമീസിലും ഇതിലെല്ലാം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഇതാണ് ഗ്രാജുവേറ്റ് പോസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതേ ആൾക്കാരുടെ ഈ 2 സ്റ്റേഷൻ മാസ്റ്ററും അതേപോലെ ഗുഡ്സ് ഗാർഡും ഒഴികെയുള്ള ബാക്കിയുള്ളതിൻ്റെയും ജൂനിയർ ലെവൽ 3 ലെവൽ 2 പോസ്റ്റാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് വരുന്നത്. അതിന് ഡിഫറെൻറ്റ് അപ്ലിക്കേഷനാണ്, ഡിഫറെൻറ്റ് ഡേറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. നിങ്ങൾ 2 അപ്ലൈ ചെയ്യുക കേട്ടോ. ഈ ലെവൽ 3 നമുക്ക് ശമ്പളം കുറവ് എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കേണ്ട. സപ്പോസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ CBT 1 ഫോർ ഗ്രാജുവേറ്റിന് CBT 1 ഫെയിൽ ആവുകയോ അറ്റംപ്റ്റ് ചെയ്തിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് അറ്റംപ്റ്റ് ചെയ്യുക. കൊമേഴ്ഷ്യൽ ക്ലർക്കായിട്ട് കയറുക. കൊമേഴ്ഷ്യൽ ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞാൽ 3 ലെവൽ 3 ആണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ എന്തായാലും നല്ലൊരു സാലറി, നിങ്ങൾക്കൊരു 35ൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് സാലറി എന്തായാലും കിട്ടും. 35-40 അടുത്ത് കിട്ടും. പിന്നെ TT ആയിട്ട് കിട്ടുകയാണെങ്കിൽ എക്സ്ട്രാ അലവൻസ് ഒക്കെ കിട്ടും. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ കൊമേഴ്ഷ്യൽ ക്ലർക്കിലാണ് എന്ത് വരുന്നത്, TT വരുന്നത്. അപ്പോൾ TT ആഗ്രഹമുള്ളവരൊക്കെ ലെവൽ 3 നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഈ ഇനിഷ്യൽ പേ 21,700 എന്ന് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കയറുമ്പോഴേക്കും അടുത്ത ശമ്പള കമ്മീഷൻ, പേ കമ്മീഷൻ വരാൻ സാധ്യതയുണ്ട്. 2026 പേ കമ്മീഷൻ വരും. പേ കമ്മീഷൻ വരുമ്പോൾ ഈ 21 എന്നുള്ളത് ഒരു മിനിറ്റ്, പേ കമ്മീഷൻ 2026 വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 21,700 എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് തന്നെ 35ൻ്റെ അടുത്ത് പോകും. അത് കൂടാതെ നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസും HR കൂടി വരുമ്പോൾ നിങ്ങൾക്ക് 45ൻ്റെ അടുത്തൊക്കെ സ്റ്റാർട്ടിങ് തന്നെ കിട്ടും. നിങ്ങൾ കയറുമ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. മിക്കവാറും എന്തായാലും വരും. സോ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. കൊമേഴ്ഷ്യൽ ക്ലർക്കും അത്യാവശ്യം ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ലെവൽ 6ഉം ലെവൽ 5ഉം എല്ലാം നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ക്ലർക്കിനാണ് ഡിമാൻഡ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ TTന് ആവശ്യമുണ്ട്. അതിൻ്റെ സംഭവം TT ആയിരിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. വേണമെങ്കിൽ നോക്കിയോ. അപ്പോൾ 2022 എന്തായാലും 2022 വേക്കൻസീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഏജ് ലിമിറ്റ് നോക്കാം. 18-33. മറ്റേത് 18-36 ഏജ് ലിമിറ്റ്. 36 വയസ്സ് വരെയുള്ളവർക്ക് കോവിഡും റിലാക്സേഷൻ ചേർത്തിട്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, റെയിൽവേ RRB NTPCന് ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാം. മറ്റേത് 33 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ലെവൽ 3 ഒഴികെ ഈ 3 പോസ്റ്റ്, ലെവൽ 2 പോസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പിംഗ് പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അവസാന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എല്ലാ എക്സാമും ക്ലിയർ ചെയ്തിട്ട് അവസാനം ടൈപ്പിംഗ് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ടൈപ്പിംഗ് ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് വെബ്സൈറ്റൊക്കെ ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഏതെങ്കിലും സെൻറ്ററിൽ പോയിട്ട് ടൈപ്പിംഗ് പഠിക്കാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളത് പഠിക്കുക. ടൈപ്പിംഗ് പോസ്റ്റും നല്ല പോസ്റ്റാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഈ പോസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതിൻ്റെ ചെറിയൊരു വേർഷനാണെന്ത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റും. ഓക്കെ, അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ ഇല്ലാത്തൊരു ജോലിയാണ്. ഓക്കെ, ലെവൽ 2 ആണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ശമ്പളം കൂടി വന്നോളും. അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. സ്റ്റാർട്ടിങ് കുറവാണെങ്കിലും പിന്നീട് കൂടിക്കോളും, ടെൻഷനും ഇല്ല, നല്ല പോസ്റ്റാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ A2 എന്ന് പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞ 6/9 വിത്തൗട്ട് ഗ്ലാസ് ആണ് വേണ്ടത്. ഓക്കെ, വിത്തൗട്ട് ഗ്ലാസ്. പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും ലേസിക് സർജറി ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾ ഔട്ടാവും. എല്ലാം ക്ലിയർ ചെയ്താലും മെഡിക്കൽ ഔട്ടാവും. അപ്പോൾ അധികം മൊബൈൽ യൂസേജ് ഒക്കെ കുറയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണിന് നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ഗാർഡനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ. ബാക്കിയുള്ള പോസ്റ്റ് വലിയ കുഴപ്പമില്ല. വിത്തൗട്ട് ഗ്ലാസ് എന്നാണ് പറയുന്നത് 6/9. സോ ഡോണ്ട് വറി അബൌട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച്. ഇനി എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ്, ഈ ഡേറ്റ് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ NTPC എക്സ്പെക്റ്റ് ചെയ്യുന്നത്, NTPC എക്സാം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഏകദേശം എക്സാക്റ്റ് ഒരു വർഷം എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ അതിൽ നേരത്തെ വരാം. നിങ്ങൾ ഇനി സാർ ഇങ്ങനെ പറഞ്ഞു, ഗോപു സാർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അപ്പോഴേ വരില്ലെന്ന് പറഞ്ഞാൽ പഠിക്കാതിരിക്കില്ല, ഇപ്പോഴേ പഠിക്കുക. എന്ത് വേണമെങ്കിലും റെയിൽവേന് സംഭവിക്കും. ഞാൻ എന്തുകൊണ്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്നുകൂടി പറയാം. എന്തുകൊണ്ടാണ് 2025 ഓഗസ്റ്റ് വരെയൊക്കെ പോവും എന്നുള്ള കാരണം കൂടി ഞാൻ പറയാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേക്കൻസിയും കൂടി കിട്ടും. സോ അതിനെക്കുറിച്ച് പറയും ചെയ്യേണ്ട. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതുവരെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്, ALPൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, പിന്നെ അതാ വന്ന് JEൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, പിന്നെ ഇപ്പോൾ NTPCൻ്റെ വന്നു കഴിഞ്ഞു ഷോർട്ട് നോട്ടീസ്. ഇനി ഗ്രൂപ്പ് ഡിന് കൂടി വരാനുണ്ട്. അതെന്തായാലും ഒക്ടോബറിൽ വരും. ഗ്രൂപ്പ് ഡിന് കൂടി വരാനുണ്ട്. ഓക്കെ, അത് കൂടാതെ വേറൊന്നുണ്ട്, RPF എന്ന് പറയുന്നത് RRB അല്ല കണ്ടക്ട് ചെയ്യുന്നത്, സെപ്പറേറ്റ് അതിനുള്ള എക്സാം കണ്ടക്ടിങ് ഏജൻസിയാണ്, RRB അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മേ ബി RPF ഒക്കെ ഈ ഡിസംബറിലൊക്കെ വരാം കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ ഐ എം എക്സ്പെക്റ്റിംഗ് ഡിസംബർ ജനുവരി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് RPF, പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നവംബർ വരെ SSC 2024 നവംബർ വരെ SSCൻ്റെ എക്സാം നടക്കുന്നത് കൊണ്ട് റെയിൽവേൻ്റെ സാധ്യത കുറവാണ്. റെയിൽവേ എക്സാംസ് നടക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ALP എക്സ്പെക്റ്റ് ചെയ്യുന്നതൊരു ജനുവരി ഫെബ്രുവരി മാസമായിട്ടാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് എൻ്റെ മാത്രം എക്സ്പെക്റ്റേഷനാണ്. എക്സ്പെക്റ്റേഷൻ ഹേർട്സ് എന്നാണല്ലോ, അതിനേക്കാളും നേരത്തെ നടക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓക്കെ, ഇതിനേക്കാളും ഡിലേ ആവണ്ട എന്ന് വിചാരിക്കാം. ജനുവരി ഫെബ്രുവരിയിൽ ഇതിൻ്റെ CBT1 നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ടെക്നീഷ്യനാണെങ്കിൽ ഒരു മാർച്ച് ഏപ്രിലിൽ ഞാൻ ടെക്നീഷ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. JE ഞാൻ ജൂൺ ജൂലൈയിലാണ് പ്രതീക്ഷിക്കുന്നത്. JE ജൂൺ ജൂലൈ. NTPC ഇപ്പോൾ പറഞ്ഞ പോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ. അതേപോലെ ഗ്രൂപ്പ് ഡി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ നവംബർ. ഇതാണ് എൻ്റെ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ്സ്. ഞാൻ ആഗ്രഹിക്കുന്നതല്ല, ഇതിനേക്കാൾ നേരത്തെ നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബട്ട് ഡ്യൂ ടു ദിസ് SSC എക്സാം ആയതുകൊണ്ട് ഈ വർഷം ഇനി ഞാൻ RPF അല്ലാതെ വേറൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ നിങ്ങളപ്പോൾ വിചാരിക്കും എന്താണ് ഏപ്രിൽ ടു ജൂൺ എന്താ കുഴപ്പം. കാരണം വീണ്ടും SSCൻ്റെ ടയർ 1 നടക്കാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റായിട്ട് അവർ ആ ടൈം ടേബിൾ വെച്ചാൽ നടത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും റെയിൽവേൻ്റെ എക്സാം സാധ്യത കുറവാണ്, ആ ഒരു ഏപ്രിൽ ടു ജൂൺ. സോ ദിസ് ഈസ് മൈ എക്സ്പെക്റ്റഡ് ഡേറ്റ്. മേ ബി ഇതിനേക്കാൾ നേരത്തെ വരാം, അല്ലെങ്കിൽ ഇതിനേക്കാളും ലേറ്റ് ആയിട്ടും വരാം. ബട്ട് ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. എന്തായാലും പെട്ടെന്നൊക്കെ എക്സാം നടക്കട്ടെ എന്ന് വിചാരിക്കാം. നിങ്ങളിപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ടൈപ്പിങ്ങിന് ഒന്നും അറിയാത്തവരാണെങ്കിൽ അതും പ്രിപ്പയർ ചെയ്യുക. എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും CBT1 സിലബസ് ഏറെക്കുറെ സെയിമാണ്. CBT1 സിലബസ് ഏറെക്കുറെ എന്താണ് സെയിമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൽ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലേണീസിൻ്റെ ഗ്രൂപ്പിൽ ചോദിക്കുക, അക്കാഡമീസിൻ്റെ ഗ്രൂപ്പിലുണ്ട്, അല്ലെങ്കിൽ ഇതിന് കമൻറ്റ് ചെയ്യുക. സോ തൽക്കാലത്തേക്ക് ബൈ, സി യു, ടേക്ക് കെയർ.